എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ OTT റിലീസ് മൂവികളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഹലോ മമ്മി, ED, രാമചന്ദ്ര, ഹണ്ട്, രേഖാചിത്രം, ബാന്ദ്ര തുടങ്ങി OTT രീതികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് കാതിലേക്ക് നേരമില്ല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. നിത്യ മേനോൻ, ജയൻ രവിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഈ സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഹെഡ് മാസ്റ്റർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2 വർഷം മുന്നേ തിയേറ്ററിൽ റിലീസായ മലയാള സിനിമയാണ് ഹെഡ് മാസ്റ്റർ. മഞ്ജു പിള്ളை, ജഗദീഷാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇന്ന് യൂട്യൂബിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ദാംധൂം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ ഹിന്ദി മൂവിയാണ്. ഈ സിനിമ ഫെബ്രുവരി 14 പ്രണയദിനത്തിൽ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ചൊരു സിനിമയായിരുന്നു ഹലോ മമ്മി. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. 2 മാസമായിട്ടും സിനിമയുടെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഹലോ മമ്മിയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 14 സർപ്രൈസായിട്ട് ഹലോ മമ്മി ആമസോണിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ത്രയം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, ഡെയിൻ, സണ്ണി വെയിൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ത്രയം. ഇപ്പോഴിതാ മനോരമ മാക്സ് ത്രയം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. സിനിമ അടുത്ത വീക്കിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അത്യാവശ്യം വിജയിച്ച സിനിമയായിരുന്നു ED. എക്സ്ട്രാഡിഷൻ എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് സുരാജ് വെഞ്ഞാറമൂടാണ്. സിനിമ ഒരു കോമഡി മൂവിയാണ്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ED സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ആമസോണിൽ റിലീസായേക്കും. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ഫെബ്രുവരി 14 ED സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസ്റ്റൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നിവിൻ പോളിയാണ് രാമചന്ദ്രയിൽ അഭിനയിച്ചിരിക്കുന്നത്. മമിത ബൈജു, ഗണപതി, വിനയ് ഫോർട്ട് തുടങ്ങി ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു കോമഡി മൂവിയാണ്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് 2 വർഷമാകാറായി. ഇപ്പോഴാണ് സിനിമയുടെ OTT എത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 28 മുന്നേ രാമചന്ദ്ര സർപ്രൈസായിട്ട് ആമസോണിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഐറിൻ അറേബ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണിത്. ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, ഉർവശിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. ഇപ്പോഴിതാ സൈനാപ്പിളെ ഐറിൻ അറേബ്യ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡിസംബറിലാണ് ആമസോൺ പ്രൈം ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ അവർ പുറത്തുവിട്ടു. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദിലീപ് ദമനിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബാന്ദ്ര. ഒരു ഗാങ്സ്റ്റർ മൂവിയാണ് ബാന്ദ്ര. ഇപ്പോഴത്തെ ഒടുവിൽ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കാൻ പോവുകയാണ്. ഫെബ്രുവരി 14 ബാന്ദ്ര സിനിമ സർപ്രൈസായിട്ട് ആമസോണിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയായിരുന്നു ഹണ്ട്. ഇതൊരു ഹൊറർ മൂവിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ത്രില്ലിങ്ങുമുണ്ട്. ഭാവനയാണ് സിനിമയിലെ നായിക. അതുപോലെ രഞ്ജി പണിക്കർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഹണ്ട് സിനിമയുടെ OTT എത്തിയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഫെബ്രുവരി 20 മുന്നേ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ക്ലാസിക് ത്രില്ലർ സിനിമയാണ്. തിയേറ്ററുകളിൽ 2025 വിജയിച്ച മലയാള സിനിമയാണ് രേഖാചിത്രം. ആസിഫ് അലിയുടെ കരിയറിലെ മികച്ചൊരു സിനിമ തന്നെയാണ് രേഖാചിത്രം. അനശ്വരയാണ് സിനിമയിലെ നായിക. ഇപ്പോഴിതാ സോണി ലീവ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് 1 രേഖാചിത്രം എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് മാർക്കോ സിനിമയ്ക്ക് വേണ്ടിയാണ്. കാരണം സിനിമ അത്രയ്ക്കും ഹൈപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. തിയേറ്ററുകളിൽ വിജയിച്ച് 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് മാർക്കോ. ഉണ്ണിമുകുന്ദൻ, സിദ്ദിഖ്, ജഗദീഷ് ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ റിലീസാവാത്ത അൺകട്ട് വെർഷനും OTT റിലീസിൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഫെബ്രുവരി 14 സോണി ലീവിലാണ് മാർക്കോ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. തലേദിവസം തന്നെ സിനിമ OTTയിൽ എത്തിയേക്കും. മാർക്കോ സിനിമ OTTയിൽ തരംഗം സൃഷ്ടിക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.